ഹായ് ഓൾ. ഫെബ്രുവരി അവസാന വാരത്തിൽ നടന്ന കേട്ടറ്റിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും നമ്മളൊക്കെ. അപ്പോൾ കേട്ടറ്റിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 10 കേട്ടറ്റിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൊവിഷണൽ ആൻസർ കീയിൽ തെറ്റായ ഉത്തരങ്ങൾ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാർച്ച് 18 വരെ അവർ അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ റെക്ടിഫൈഡ് ആൻസർ കീയും റിസൾട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ മാർച്ച് 10 പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടും ഏപ്രിൽ 20-21 ആയിട്ടും ഇതുവരെയും റെക്ടിഫൈഡ് ആൻസർ കീയോ ഫൈനൽ റിസൾട്ടുകളോ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടറ്റിൻ്റെ ഫലം റിസൾട്ട് മെയ് ആദ്യ വാരത്തോടെ മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെ പബ്ലിഷ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വൈകാനുള്ള പ്രധാന കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം, കേട്ടറ്റുമായി ബന്ധപ്പെട്ടിട്ട് പല നിയമപ്രശ്നങ്ങളും കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സർവീസിലുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയതും മറ്റ് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം കാറ്റഗറി 3 ഒക്കെ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട സാഹചര്യമൊക്കെ വന്നതിനാൽ കേട്ടറ്റിൽ സാധാരണയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും അധികം ആളുകൾ കേട്ടറ്റിന് ഇപ്രാവശ്യം അപേക്ഷകരായിട്ടുണ്ടായിട്ടുണ്ട്. ഏകദേശം 1.4 ലക്ഷത്തോളം ആളുകളാണ് കേട്ടറ്റ് ഇപ്രാവശ്യം അപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. കേട്ടറ്റ് എഴുതിയ ആളുകൾ ഏകദേശം 1.4 ലക്ഷത്തോളം ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ലേറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇത്രത്തോളം ആളുകളിൽ തന്നെ ഒരുപാട് ആളുകൾ ആൻസർ കീയിൽ ചലഞ്ചിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഏതൊക്കെ ഉത്തരങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നതിനെ കുറിച്ചോ ഇതുവരെ ധാരണയായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഏകദേശം ധാരണയായിട്ട് റെക്ടിഫൈഡ് ആൻസർ കീ ഉടനെ തന്നെ അവർ പബ്ലിഷ് ചെയ്യുമെന്നും കൂടാതെ കേട്ടറ്റിൻ്റെ ഒറിജിനൽ റിസൾട്ട് അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം മെയ് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് തന്നെ നടത്തും എന്നുള്ള ഉറപ്പ് അവർ തന്നിട്ടുണ്ട്. ഇത്രയും ലേറ്റ് ആകുന്നത് കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടായിരുന്നത് സർവീസിലുള്ള അധ്യാപകർക്കുള്ള പുതിയൊരു കേട്ടറ്റിൻ്റെ അപ്ലിക്കേഷൻ കഴിഞ്ഞ കുറച്ച് വീക്കുകളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേട്ടറ്റിൻ്റെ റിസൾട്ടുകൾ അറിയാമെങ്കിൽ അവർക്കത് എഴുതേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാത്തിൻ്റെയും അവസാനം മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെ കേട്ടറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ള ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്. അപ്പം എന്തായാലും മെയ് ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ നിങ്ങളുടെ ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും. ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ സെറ്റായി, ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നീക്കുക. അടുത്ത കേട്ടറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അടുത്ത കേട്ടറ്റ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ, എന്തായാലും ഇക്കൊല്ലം അവസാന ഭാഗത്തോ 2027 ആദ്യ ഭാഗത്തോ ആയിട്ട് LP UP എക്സാമുകളുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇനി എന്തായാലും അടുത്ത കേട്ടറ്റേ കഴിയുള്ളൂ, അതിനടുത്ത കേട്ടറ്റ് കിട്ടില്ല. അപ്പം നിർബന്ധമായിട്ടും അടുത്ത കേട്ടറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താലേ നിങ്ങൾക്ക് LP UP എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. അതൊന്നാമത്തെ പ്രശ്നം. പിന്നീട് സർവീസിലുള്ള അധ്യാപകർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 2027 ആയിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം എന്തായാലും അടുത്ത കേട്ടറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ നേടിയെടുക്കണം.
ഇനി ഒരു അല്ലെങ്കിൽ ഇനി അതിനടുത്ത കേട്ടറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാകേണ്ട. എന്തായാലും അടുത്ത കേട്ടറ്റ് വാങ്ങിയിട്ട് കയ്യിൽ സേഫായിട്ട് വെക്കുക. LP-UP എക്സാമുകൾക്കൊക്കെ കേട്ടറ്റ് കാറ്റഗറി 1ഉം കാറ്റഗറി 2 ഒക്കെ നിർബന്ധമാക്കും എന്നുള്ള രീതിയിൽ പല ന്യൂസുകളും വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ധാരണയായിട്ടില്ല. എന്തായാലും റിസ്ക് എടുക്കേണ്ട. എഴുതുന്ന സമയത്ത് കേട്ടറ്റ് കാറ്റഗറി 1ഉം കാറ്റഗറി 2 ഒക്കെ കയ്യിലുണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത പ്രാവശ്യത്തെ കേട്ടറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സൈലം ടീച്ചിങ് എക്സാം നിങ്ങളുടെ കൂടെയുണ്ട്. അത്യാവശ്യം 1500ഓളം പ്ലസ് കേട്ടറ്റിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ സൈലം ടീച്ചിങ് എക്സാമിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സൈലം ടീച്ചിങ് എക്സാമിന്റെ പുതിയ കേട്ടറ്റ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. കേട്ടറ്റ് 1ന്റെയും കേട്ടറ്റ് 2ന്റെയും ലൈവ് ആയിട്ടുള്ള ബാച്ചുകൾ ഓൾറെഡി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 3ൽ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ലൈവ് ബാച്ചുകളും ഓൾറെഡി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലൈവ് ബാച്ചുകളിലൊക്കെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ലൈവ് കാണുന്നതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉടനെ തന്നെ ആപ്പിൽ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ലൈവിൽ തന്നെ കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ടിട്ടും ക്യാച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇനി ഒരു കേട്ടറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ അടുത്ത കേട്ടറ്റിൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ക്വാളിഫൈ ആവും എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമെടുക്കുക. അടുത്ത കേട്ടറ്റ് നിങ്ങളുടേതാകട്ടെ. കേട്ടറ്റ് നേടിക്കഴിഞ്ഞിട്ട് LP-UP എക്സാമുകളും മറ്റ് ടീച്ചിങ് എക്സാമുകളിലേക്കുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് തുറക്കപ്പെടും. അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തീരുമാനത്തോടെ ഇരിക്കും. അപ്പം താങ്ക് യു.